മുസ്തഫ അതിനുള്ളിൽ ഉണ്ടെന്ന് നേരത്തെ പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. മുസ്തഫയെ ലോറിക്കുള്ളിൽ നിന്നും വീണ്ടെടുക്കാനുള്ള ശ്രമം, അതായത് ലോറിയുടെ ഒരു ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങൾ ഷഫീഖ് അർലായി പകർന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായിട്ട് ഭാഗികമായി തകർന്ന ലോറിയുടെ ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. അതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയാണെന്ന് നേരത്തെ തന്നെ ഈ സ്കൂബ ടീം പറഞ്ഞതായിരുന്നു. സ്കൂബ ടീം ഈ വാഹനം വെള്ളത്തിനടിയിൽ സ്പോട്ട് ചെയ്ത ഘട്ടത്തിൽ തന്നെ മുസ്തഫയെ പുറത്തെടുക്കാൻ ശ്രമിച്ച ഘട്ടത്തിൽ തന്നെ അവർക്കത് സാധിക്കാതെ പോയത് വാഹനം പൂർണ്ണമായി തകർന്ന് അത് ജാമായി പോയതുകൊണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അത് ഭാഗികമായി പുറത്തെത്തിച്ച സാഹചര്യത്തിൽ ഇനി അത് കട്ടർ പോലെയുള്ള എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ആ രീതിയിൽ മുറിച്ചു മാറ്റേണ്ടതിനും അതിൻ്റെ വസ്തുക്കൾ അതിനുശേഷമായിരിക്കും പുറത്തെടുക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതീക്ഷയുടെ നിമിഷങ്ങളാണ്. നമ്മളും ആ നിമിഷത്തിന് വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നതും. അതും എന്തായാലും ഏറെ നേരം, അതായത് ഈ രാത്രിയോടുകൂടി രക്ഷാദൗത്യം വലിയ വെല്ലുവിളിയായി മാറും, കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ളൊരു ആശങ്ക വലിയ രീതിയിൽ ദൗത്യ സംഘത്തെ സംബന്ധിച്ചുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും തന്നെ ഉണ്ടായില്ല. അണുമണി തൂക്കം രക്ഷാദൗത്യത്തിൽ നിന്നും പിന്നോട്ട് പോകാതെ ഊർജിതമായി നടത്തിയ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ലോറി ലൊക്കേറ്റ് ചെയ്യുന്നു. ലോറിയിൽ ഈ റോപ്പ് ലോക്ക് ചെയ്യുന്നു. 4 ഇടങ്ങളിലായി റോപ്പ് ലോക്ക് ചെയ്തതിനു ശേഷമാണ് ലോറി ഇപ്പോൾ പുറത്തെടുക്കുന്നത്. ലോറി ഭാഗികമായി പുറത്തെത്തിച്ചിരിക്കുന്നു. ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു കാത്തിരുന്നത്. ലോറി പുറത്തെത്തിച്ച സാഹചര്യത്തിൽ ഇനി സ്വാഭാവികമായിട്ടും മുസ്തഫയ്ക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. 6 മണിക്കൂറായല്ലേ നമ്മൾ കാത്തിരിക്കുന്നു? 6 മണിക്കൂറിൽ കൂടുതലായി കാത്തിരിക്കുന്നു. ഇപ്പോൾ ലോറിയുടെ ആദ്യ ഭാഗം മുകളിലെത്തിയിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് ബോഡി പുറത്തെടുക്കാൻ കഴിയുന്നില്ല. വണ്ടി ആകെ കോടിയിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് ബോഡി പുറത്തെടുക്കാൻ കഴിയണില്ല. അപ്പോൾ ഫയർഫോഴ്സ് വീണ്ടും ശ്രമിക്കുന്നുണ്ട്. ഏതായാലും അരമണിക്കൂറിനുള്ളിൽ പുറത്തെടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ലോറി പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. പൂർണ്ണമായും തകർന്നു ലോറി. അത്രത്തോളം താഴ്ചയിലേക്ക് മറിഞ്ഞു പതിച്ചു വീണു. പിന്നെ താഴ്ഭാഗത്ത് നല്ല ചതുപ്പും ചെളിയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? അതെ, ചളിയും. അതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടായി പുറത്തെടുക്കാൻ വേണ്ടിയിട്ട്. കുറെ കാലമായിട്ടൊന്നും പ്രവർത്തനരഹിതമായി കിടക്കുന്ന കോറിയാണല്ലേ? 10-40 വർഷമായിട്ട് പ്രതിരോധമായി കിടക്കുന്ന കോറിയാണ്. കോറിയിൽ ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിലെ ദിശ ഒരാൾക്കും ഇത് എന്താണ് ഇതിൻ്റെ സ്ഥിതികൾ എന്ന് പറയാൻ കഴിയില്ല. അങ്ങനത്തെ രീതിയിലുള്ളത് അതാണ്. അതായത് ഏറെക്കാലമായി പ്രവർത്തനരഹിതമായി കിടക്കുന്ന ഒരു കോറിയാണിത്. ആ കോറിയിലേക്കാണ് ഈ ലോറി പതിച്ചു വീഴുന്നത്. സ്വാഭാവികമായിട്ട് 70 അടിയോളം താഴ്ചയുണ്ട്. ഇവിടെ കാണുന്ന മരങ്ങൾക്കിടയിലൂടെ ഇടിച്ചു മാറി തെന്നി വീണാണ് താഴേക്ക് പതിച്ചു വീണത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രയധികം താഴ്ചയിലേക്ക് മറിഞ്ഞു വീണത് കൊണ്ട് തന്നെ ലോറി ഏറെക്കുറെ 80% ലോറി തകർന്നിട്ടുണ്ട്. ലോറിയുടെ പല ഡോറ് പോലെയുള്ള ഉപകരണങ്ങൾക്ക് തന്നെ ജാമായി പോയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു സ്കൂബ ടീം പറഞ്ഞിരുന്നത്. അങ്ങനെ ആ ഒരു ഘട്ടത്തിലായിരുന്നു അവരെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി നേരിട്ട ഘട്ടത്തിലായിരുന്നു ക്രെയിൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ തീരുമാനിക്കുന്നത്. ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് 4 തവണയാണ് ലോറി പുറത്തെടുക്കാൻ ശ്രമിച്ചത്. അതായത് ഈ ക്യാബിൻ ഇപ്പോഴും ജാമായി തന്നെ ഇരിക്കുകയാണോ? അതുകൊണ്ടാണോ ഈ ലോറിയുടെ ഒരു ഭാഗം പൂർണ്ണമായും പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടും മുസ്തഫയെ പുറത്തേക്ക് എടുക്കാൻ കഴിയാത്തത്? തീർച്ചയായും അത് ലോറി ഏകദേശം 80% തകർന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്തുള്ള ദൃശ്യങ്ങൾ അത് അത്രത്തോളം ഭീകരമാണ്. അതിൻ്റെ ടയറൊക്കെ തന്നെ ഒരു ഭാഗത്തേക്ക് ജാമായി കിടക്കുന്ന കാഴ്ച, അതിൻ്റെ ഡോറൊക്കെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിനുള്ളിൽ മുസ്തഫ അകപ്പെട്ട് കിടക്കുന്നുണ്ട്. അദ്ദേഹത്തെ പുറത്തെടുക്കാൻ കഴിയാത്തത് ഇത് ഈ വിധത്തിൽ തകർന്നത് കൊണ്ടാണെന്നുള്ളത് നേരത്തെ തന്നെ സ്കൂബ ടീം പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് ഭാഗികമായി പുറത്തെടുത്തിട്ടുണ്ടെങ്കിലും ഈ പറയപ്പെടുന്ന മേഖലയിൽ ഒരുപക്ഷെ കട്ടർ ഉപയോഗിച്ചുകൊണ്ട് അത് മുറിച്ചു മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ ആ ഭാഗം പൊളിച്ചു മാറ്റിയതിനു ശേഷം അദ്ദേഹം പുറത്തെടുക്കാമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ വിചാരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ലോറി പൂർണ്ണമായിട്ട് പുറത്തേക്ക് എടുക്കുക എന്നുള്ളതല്ല, മറിച്ച് ലോറി ഇപ്പോൾ അല്പം മുന്നോട്ട് ഉയർത്തിയ സാഹചര്യത്തിൽ ഇനി അതിൽ കുടുക്കി കിടക്കുന്ന മുസ്തഫയെ രക്ഷപ്പെടുത്തുക, അദ്ദേഹത്തെ പുറത്തെടുക്കുക എന്നുള്ളതാണ് ശ്രമം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. ലോറി ഭാഗികമായി ഉയർത്തിയെങ്കിലും മുസ്തഫയെ എപ്പോഴും പുറത്തെടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമുള്ളത് ലോറി അത്രത്തോളം തകർന്നതുകൊണ്ടാണ്. 80% തന്നെ അതിൻ്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലായതുകൊണ്ട് തന്നെയാണ് പുറത്തെടുക്കാൻ സാധിക്കാത്തത് എന്നുള്ളതാണ്. എന്തായാലും ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ശ്രമം ഏറെക്കുറെ ഭാഗികമായി തന്നെ വിജയിച്ചിരിക്കുന്നു. ഇനി മുസ്തഫയാണ് നമുക്ക് വീണ്ടെടുക്കേണ്ടത്. മുസ്തഫയാണ് ലോറിയിൽ നിന്നും തിരിച്ച് പുറത്തേക്ക് എടുക്കേണ്ടത്, ആശുപത്രിയിലേക്ക് മാറ്റേണ്ടത്. ആ നിമിഷത്തിന് വേണ്ടി തന്നെയാണ് നമ്മളും കാത്തിരിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടി ഇവിടെ തടിച്ചുകൂടി ഓരോ മനുഷ്യരും അതിനുവേണ്ടി തന്നെയാണ് ഇക്കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ തന്നെ കാത്തിരിക്കുന്നത്. എന്തായാലും ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു ദൗത്യം അത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നു എന്ന് പറയേണ്ടി വരും. ഇനി മുകളിലെത്തിച്ച ലോറിയുടെ ഒരു ഭാഗം പൂർണ്ണമായിട്ടും അടർത്തി മാറ്റിയതിനു ശേഷം മുസ്തഫയെ പുറത്തെടുക്കാം.
എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമം അവിടെ ആ മേഖലയോട് ചേർന്നിട്ടുള്ള സ്കൂബ ഡൈവിംഗ് സംഘമുണ്ട്, നാട്ടുകാരുണ്ട്, ബാക്കിയുള്ള ആളുകളൊക്കെ ചേർന്നുകൊണ്ട് അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ലോറി ഉയർത്തുന്നതോടുകൂടി മുസ്തഫയെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതിന് സാധിക്കാതെ പോയതിന് പ്രധാനപ്പെട്ട കാരണം ഈ ലോറി അത്രത്തോളം തകർന്നത് കൊണ്ടാണ്. വിശേഷം 70 അടിയോളം താഴ്ചയിലേക്കാണ് ലോറി പതിഞ്ഞു വീണത്. അതുമാത്രമല്ല, താഴ്ഭാഗം പൂർണ്ണമായിട്ട് ചതുപ്പ് പോലെയുള്ള മേഖലയായിരുന്നു. മണ്ണും ചെളിയും കല്ലും ഒക്കെ തന്നെ അടിഞ്ഞുകൂടിയ മേഖലയിലായിരുന്നു ലോറി കിടന്നിരുന്നത്. പൂർണ്ണമായിട്ടും തകർന്നു പോയ ലോറിയെ ആ ഒരു ഘട്ടത്തിൽ ആ ലോറിക്കുള്ളിൽ നിന്നും മുസ്തഫയെ രക്ഷപ്പെടുത്താൻ സ്കൂബ സംഘത്തിന് സാധിച്ചിരുന്നില്ല. അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് ക്രെയിൻ കൊണ്ടുവരുന്നത്. ക്രെയിൻ കൊണ്ടുവന്ന ആദ്യഘട്ടത്തിൽ ക്രെയിനിൻ്റെ ഈ റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ലോറി ലോക്ക് ചെയ്ത് പുറത്തെടുക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഒരു ഘട്ടത്തിൽ റോപ്പ് പൊട്ടിപ്പോകുന്നു. മറ്റൊരു ഘട്ടത്തിൽ റോപ്പ് ലോറിയിലേക്ക് എത്താത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ 5ാമത്തെ തവണ നടത്തിയ ശ്രമത്തിനൊടുവിലാണ് ഈ ക്രെയിനിൻ്റെ റോപ്പ് 4 ഇടങ്ങളിലായിട്ട് ലോറിയുടെ 4 ഇടങ്ങളിലായിട്ട് ലോക്കായിട്ടുള്ളത്.